ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിതരെ, ഞാൻ ഇതിനു മുമ്പ് ഒരു 4 വീഡിയോ ചെയ്തിരുന്നു. മരണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. അതിൽ നിങ്ങൾ അനേകർ അത് ശ്രവിക്കുവാനിടയായി എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് വീണ്ടും ഞാൻ ഈ മരണമെന്ന വിഷയം തന്നെയാണ്, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും ഈ മരണം എന്നുള്ള വിഷയം തന്നെ പ്രതിപാദ്യ വിഷയമാക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. കാരണം മറ്റൊന്നുമല്ല, ഈ മരണശേഷമുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ ഏത് സ്വഭാവത്തിലാണ്, മരണശേഷം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് എല്ലാ മതവിഭാഗങ്ങളും വളരെ തെറ്റായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതായത് മരിച്ചാലും അവൻ്റെ ആത്മാവ് നിലനിന്ന് പോകുന്നു, ആത്മാവിന് മരണമില്ല. ഇതുകൊണ്ടൊക്കെ മനുഷ്യരിലുണ്ടാകുന്നത് ഈ ഒരു തെറ്റായ പഠിപ്പിക്കലിൽ കൂടെ മനുഷ്യനെ, ഇവിടുത്തെ മതവിഭാഗങ്ങളെല്ലാം സാധാരണക്കാരനെ അടിമകളാക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിലാണ് ഇവിടെ ചൂഷണം ചെയ്യുകയാണ്. എന്നിട്ട് അപ്പം അതിൽ നിന്നും, ആ ചൂഷണത്തിൽ നിന്നും കുറച്ചു പേർക്കെങ്കിലും മോചനം ലഭിച്ചാൽ, സത്യത്തിൻ്റെ പ്രകാശം ആർക്കെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സംതൃപ്തി അതിൽ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ വരുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്ത് ഞാൻ നിർത്തുമ്പോൾ പറഞ്ഞിരുന്നു, ബൈബിളിൽ ഒറ്റ വായനയിൽ, പ്രഥമ വായനയിൽ നമുക്ക് തോന്നാവുന്ന ചില സംശയങ്ങളുണ്ട്. ആത്മാവ് നിലനിൽക്കുന്നു എന്ന് തോന്നുന്ന ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഏതാനും ഭാഗങ്ങളെക്കുറിച്ച് ഇന്ന് വീണ്ടും പരാമർശിക്കാം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട്. സമയം വളരെയധികം എടുക്കും അതിന്. അതുകൊണ്ട് ഏതാനും പ്രധാനപ്പെട്ട 2-3 ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സഹകരണവും ക്ഷണിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിലാദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനോട് അവൻ 2 കള്ളന്മാരുടെ മധ്യത്തിലാണ് ക്രൂശിക്കപ്പെട്ടത്. ആ 2 കള്ളന്മാരിൽ ഒരുവൻ ക്രിസ്തുവിനോട് നടത്തുന്ന ഒരു യാചനയോ അഭ്യർത്ഥനയോ ഉണ്ട്. അതെന്നുള്ള, യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ളതാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യമാണ്. യേശുവേ, നീ രാജത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇതാണ് ഏറ്റവും കാതലായ ഒരു വാക്യമായി ഇന്ന് അനേകരും എടുത്ത് കാണിക്കുന്നത്. ആത്മാവ് അമർത്യമാണ്, മരണശേഷം അതൊരു ജീവിതം തുടർന്നു പോകുന്നു എന്നെല്ലാം കാണിക്കുന്ന ഒരു വാക്യമാണ്. യേശുവിൻ്റെ വചനം തന്നെയാണിത് എന്നുള്ളതാണ് അനേകരും പറയുന്നത്. യേശു എന്ത് പറഞ്ഞു? ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ മരിച്ചാൽ അടുത്ത നിമിഷം അവൻ പറുദീസയിലല്ലേ? അപ്പം അങ്ങനെ ഒരു അമർത്യമായ ആത്മാവ് അവനുണ്ടെങ്കിലല്ലേ അങ്ങനെ പറുദീസയിൽ പോകാൻ സാധിക്കുകയുള്ളൂ അടുത്ത നിമിഷം എന്ന ചോദ്യമാണ് സ്വാഭാവികമായും അവരിലേക്ക് കടന്നു വരുന്നത്. ഇതിനെന്താണ് ഇതിൻ്റെ സമാധാനം, എന്താണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, എന്താ യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്? ഇത് വേദപുസ്തകത്തിലെ വാക്യമല്ലേ? യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, യേശു ഒരിക്കലും അസത്യം പറയുകയില്ല. യേശു സത്യമേ പറയുള്ളൂ, വഞ്ചിക്കുകയില്ല യേശു ആരെയും. അപ്പം അതുകൊണ്ട് തന്നെയാണ്. അപ്പം യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നാണ് യേശു കള്ളനോട് പറഞ്ഞതെങ്കിൽ, യേശു അന്ന് പറുദീസയിൽ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് യേശു പറയുന്നത് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്? അപ്പം യേശു മരിച്ച് 3 നാൾ കല്ലറയ്ക്കുള്ളിലായിരുന്നു. 3-ാം നാൾ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം 3-ാം നാൾ കഴിഞ്ഞിട്ട് ദൈവം, അതായത് പിതാവായ ദൈവം, മരണപാശങ്ങളെ അഴിച്ചിട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
അപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് യേശു ഒരു പറുദീസയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്രകാരം ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് തന്നെ ഒരു പറുദീസയിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്തിനാ? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആവശ്യമുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ യേശു ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അന്ന് യേശു പറുദീസയിൽ പോകാത്തിടത്തോളം കാലം യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതിനേ വഴിയുള്ളൂ. പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് നാം ചിന്തിക്കുക. ഇത് ചില ഈ ഭാഷാന്തരത്തിൽ അതിൻ്റെ വാക്കുകളിലല്ല. നമുക്കറിയാം, ഈ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ മൂലഭാഷയിൽ നിന്നും കയ്യെഴുത്ത് പ്രതികളിൽ നിന്നുമാണ് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പരിഭാഷപ്പെടുത്തിയതിന് ശേഷം ഇതിന് കുത്ത, കോമ, അധ്യായം തിരിക്കൽ, ഖണ്ഡികകൾ തിരിക്കൽ, വാക്യങ്ങൾ ആക്കി രൂപപ്പെടുത്തുക, ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഈ മൂലഗ്രന്ഥങ്ങളിലൊന്നും അതിലെ കയ്യെഴുത്ത് പ്രതികളിലൊന്നും നമുക്ക് ഇപ്രകാരമുള്ള കോമയോ കുത്തോ അധ്യായങ്ങളോ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പരിഭാഷാകർത്താക്കളുടെ അവരുടെ താല്പര്യമനുസരിച്ച് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവർ വാക്യങ്ങൾ തിരിക്കുന്നു, അവർ കുത്തും കോമയും കൊടുക്കുന്നു. അപ്പോൾ ഈ പരിഭാഷാകർത്താക്കൾ ആരും ദൈവാത്മവിശ്വസ്തരല്ല. അതുകൊണ്ടാണ്. അപ്പം എനിക്കിതെന്താണ് പറയാൻ അവകാശം, കോമ ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം എന്ന് ചോദിച്ചാൽ ഈ പരിഭാഷാകർത്താക്കൾക്ക് ഉള്ള അവകാശം തന്നെയാണ് എനിക്കുമുള്ളത്. അപ്പം അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഈ വാക്യം നാം ചിന്തിക്കേണ്ടത്, നാം വായിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം എന്തു പറഞ്ഞു യേശു? ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് വേണം ഈ വാക്യം നാം വായിക്കാൻ. അല്ലാതെ നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് യേശു പറഞ്ഞു എന്നല്ല വ്യാഖ്യാനിക്കേണ്ടത്. ഇന്ന് യേശു പറയുന്നു, അല്ല ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അപ്പോൾ കള്ളൻ ചോദിച്ചതെന്താ? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേന്ന്. അല്ല ചോദിക്കേ. അപ്പോൾ കള്ളൻ അറിയില്ലേ മരിച്ചവരുടെ ആത്മാവിപ്രകാരം മരണശേഷം പരലോകത്തേക്ക് പോവുകയാണെങ്കിൽ, പറുദീസയിലേക്ക് പോവുകയാണെങ്കിൽ കള്ളൻ എന്താ ചോദിക്കേണ്ടത്? കള്ളൻ ചോദിക്കേണ്ടത്, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ആ പറുദീസയിലേക്ക് കൊണ്ടുപോകണം എന്നല്ലേ കള്ളൻ ചോദിക്കേണ്ടത്. എന്താ കള്ളൻ ചോദിച്ചത്? നീ മടങ്ങി വരുമ്പോൾ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കള്ളൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ക്രിസ്തു എന്ത് അതുവരെ പഠിപ്പിച്ചു, ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള അവസ്ഥ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്, ശിഷ്യന്മാരെന്താണ് പഠിപ്പിച്ചത് എന്നുള്ളത് കള്ളന് വ്യക്തമായി അറിയാം. നമുക്കറിയാം, ഈ പുതിയ നിയമം എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ആത്മാവിൻ്റെ അമർത്യതയോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ഒരു തെളിവ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ കടന്നു വന്നത് പിന്നീടാണ്, കാലാന്തരത്തിൽ കടന്നു വന്ന ദുരുപദേശങ്ങളാണ്. ക്രൈസ്തവ സഭ ഒരു അപ്പോസ്റ്റസി, ഒരു വിശ്വാസത്യാഗിനിയായ സഭയായി മാറി. അത് ഏതാണ്ടൊരു 3-ാം നൂറ്റാണ്ട് മുതലാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസത്യാഗിനിയായ സഭയായി മാറാനുള്ള കാരണം കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു ജാതീയ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുവാനിടയായി. അന്ന് മുതൽ ക്രൈസ്തവ മതം ഒരു രാജകീയ മതമായി മാറുകയും അന്ന് ക്രിസ്തന്തീനോസ് ഏത് ജാതീയ ചിന്താഗതിയിലായിരുന്നു, അവിടെ എന്തെല്ലാം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അതിന് കീഴ്പ്പെട്ടു അന്നത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ. അതിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞ ദുരുപദേശങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ക്രിസ്തു എന്തു പറഞ്ഞു? അപ്പം ഞാൻ പറയുന്നത്, ഒരിക്കലും ഇത് ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായ ഒരു ഉപദേശമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കള്ളൻ്റെ ചോദ്യം തന്നെയാണ്. നീ മടങ്ങി വരുമ്പോൾ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രത്യാശയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിലാണ്. അതാണ് യോഹന്നാനിൽ പറയുന്നത്, സുവിശേഷത്തിൽ പറയുന്നത്, കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറയുന്നത്.
ഈ ചിന്ത കള്ളനുണ്ടായിരുന്നു. അന്നത്തെ ഈ ഒരു ദുരുപദേശം അന്നില്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കള്ളൻ്റെ ഈ ചോദ്യം. എന്നിട്ട് കള്ളനോട് എന്തു പറഞ്ഞു? കള്ളനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പം ആ കോമായുടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെയാ നാം ചിന്തിക്കേണ്ടത്. ഞാൻ ആ ഇംഗ്ലീഷ് പരിഭാഷ വേദപുസ്തകത്തിൽ കിടക്കുന്ന രീതിയിൽ ആ കോമയുടെ സ്വഭാവത്തിൽ ഞാനൊന്ന് വായിക്കാം. ജീസസ് ആൻസേർഡ്, ഐ ടെൽ യു ദ ട്രൂത്ത്സ് എന്ന് പറഞ്ഞിട്ട് കോമയാ. ഐ ടെൽ യു ദ ട്രൂത്ത്സ്, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. നോക്കുക, ഇനി ഈ കോമ ഒരൊറ്റ വാക്കിൻ്റെ മുൻപിലിട്ട് മുന്നിലിട്ട് നാം ഒന്ന് ചിന്തിക്കുക. ഏതാ? ജീസസ് ആൻസേർഡ് ഹിം, ഐ ടെൽ യു ദ ട്രൂത്ത് ടുഡേ എന്ന് പറയാം. ഐ ടെൽ യു ദ ട്രൂത്ത് ടുഡേ എന്ന് അതിന് ടുഡേ കഴിഞ്ഞതിന് ശേഷം കോമ ഇടുക. എന്നിട്ടോ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അപ്പൊ ക്രിസ്തു പറയുന്ന ദിവസത്തിനാ പ്രാധാന്യം. ഐ ടെൽ യു ടുഡേ, അല്ലാതെ വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ ഐ ടെൽ യു എന്ന് പറഞ്ഞിട്ടല്ല കോമ ഇടേണ്ടത്. ഐ ടെൽ യു ടുഡേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കോമ ഇടേണ്ടത്. കാരണം ആ ടുഡേ എന്ന് പറയുന്ന, ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്ന അവൻ, ആത്മരൂപിയായിരുന്നവൻ ഇവിടെ വന്ന് മനുഷ്യ ജന്മമെടുത്ത് നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപപരിഹാര ബലിയായിട്ടാണ്. ആ മരണ ദിവസം എന്ന് പറയുന്നത് മുഴുവൻ മാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുന്ന, ഇളവ് ലഭിക്കുന്ന ദിവസമാണ്. ആ ദിവസത്തേക്കാൾ പ്രാധാന്യം ഈ ഇത്രയും ഉറപ്പ് കൊടുക്കാനുള്ള അവസരം മറ്റേത് ദിവസത്തിനാണുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഐ ടെൽ യു ടുഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും ഭംഗിയായ കാര്യം, ഉചിതമായിരിക്കുന്ന കാര്യം. അല്ലാത്തത് അനുചിതമാണ്. ഐ ടെൽ യു എന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടാൽ ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് എന്ന് വരും. എന്നാൽ അത് ക്രിസ്തു അന്ന് പാരഡൈസിൽ പോയിട്ടില്ല. ക്രിസ്തു അന്ന് പറുദീസയിൽ പോയിട്ടില്ല. പുനരുത്ഥാന ശേഷം മറിയയ്ക്ക്, തൻ്റെ ശിഷ്യന്മാർക്കും മറിയയ്ക്കും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. ഈ മറിയ ക്രിസ്തുവിനെ കണ്ട് അത്ഭുതപ്പെട്ടു. റെബൂനി എന്ന് വിളിച്ചു, ഗുരു എന്നതിൻ്റെ അർത്ഥമെന്നാ. എന്നിട്ട് ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞതെന്താ? നീ എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അപ്പം കയറിപ്പോയിട്ടില്ല. അവൻ ഈ 3 നാൾ മൃതാവസ്ഥയിലായിരുന്നു. പുനരുത്ഥാന ശേഷം ഞാൻ ഇതുവരെ പോയിട്ടില്ല പിതാവിൻ്റെ സന്നിധിയിൽ എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞ ക്രിസ്തു പറയുമോ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ക്രിസ്തു എന്ന് പറഞ്ഞുവെങ്കിൽ അത് ക്രിസ്തു വഞ്ചിക്കുമല്ലായിരുന്നോ ഈ കള്ളനെ? ക്രിസ്തു അങ്ങനെ നമ്മെ വഞ്ചിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തു അങ്ങനെ അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ക്രിസ്തു അങ്ങനെ പറയുകയില്ല എന്നുള്ളത്. പിന്നെ ഈ പറുദീസ എന്നുള്ളത് ദൈവത്തിൻ്റെ രാജ്യത്തെ കാണിക്കുന്നത്, അല്ലാതെ ഇന്നത്തെ മത മേലധികാരികൾ പഠിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഉപദേശിമാർ പഠിപ്പിക്കുന്നത് പോലെ പറുദീസ എന്ന് പറയുന്നത് പാതാളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ്. വേദപുസ്തകം ഒരിടത്തും പറയുന്നില്ല. അപ്പം ഈ പറുദീസ എന്താണ്? ഒന്നാമത്തെ പറുദീസ ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടമാണ്. അടുത്ത പറുദീസ എന്ന് പറയുന്നത് ഇവിടെ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന അവൻ്റെ രാജ്യമാണ്. ഈ ലോകമൊരു പറുദീസയായി മാറും. വെളിപാട് പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ആശയം തീർച്ചയായിട്ടും അപ്പം ഇന്ന് എന്ന് പറയുന്നത് നാം ചിന്തിക്കുക. ഇതിനു മുമ്പ് ആദ്യമേ നാം പറയാൻ തുടങ്ങിയ, അല്ലെങ്കിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അത് ആദാമിനോട് ദൈവം പറഞ്ഞു, ഇന്ന് നീ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. അതിനെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത് ദൈവം പറഞ്ഞില്ല ഇന്ന് മരിക്കുമെന്ന്, അതുകൊണ്ട് ഇന്ന് തന്നെ മരിച്ചു, ഉറപ്പാ ദൈവമല്ലേ പറഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ക്രിസ്തു പറയുക ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഇരിക്കണ്ടേ? ഒരേ കാര്യത്തിന് 2 നീതിയാകാവോ? ആദാമിൻ്റെ കാര്യത്തിൽ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ആണ് ആ തിന്ന ദിവസമെങ്കിൽ, അവൻ മരിച്ച ദിവസം അന്ന് തന്നെ ആയിരുന്നുവെങ്കിൽ, ക്രിസ്തു പറയുന്നു ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന ആ ദിവസവും അങ്ങനെ തന്നെ അന്ന് തന്നെ ആകണ്ടേ? പക്ഷേ ക്രിസ്തു അന്ന് പറുദീസയിൽ പോയിട്ടില്ല. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പറുദീസ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അവിടെ ഇരിക്കുമെന്നാ ക്രിസ്തു പറഞ്ഞത്, യാതൊരു സംശയവുമില്ല. സകല മനുഷ്യർക്കും ആ പറുദീസ, വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാ, ജയിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസയിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും.
അപ്പം ആദ്യത്തെ പറുദീസയിൽ ദൈവം ഒരു ജീവവൃക്ഷം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഭൂമി വീണ്ടും ഒരു പറുദീസയായി മാറ്റപ്പെടുമ്പോൾ അതാ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ ആദിമ അവസ്ഥ വീണ്ടും തിരികെ ലഭിക്കുമ്പോൾ തീർച്ചയായും അതൊരു പറുദീസയായി മാറും. അങ്ങനെ ഉള്ള സമയത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ സകല മാനവരാശിക്കും ജീവൻ പ്രാപിക്കാനുള്ള അവസരം കിട്ടും. അപ്പം ക്രിസ്തു ഈ കള്ളനോട് പറഞ്ഞതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല, യാതൊരു ദുരുപദേശങ്ങളും ഇല്ലാതിൽ നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും, യാതൊരു സംശയവുമില്ല. അതെ, നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും, തിന്മ ചെയ്തവരോ അവർ ന്യായവിധിയിൽ കൂടിയുള്ള പുനരുത്ഥാനത്തിനായിട്ട് കല്ലറയിൽ നിന്ന് പുറത്തു വരും. അവർക്ക് ഒരു പുനരുത്ഥാനം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പോൾ പുനരുത്ഥാനം ഇല്ല എങ്കിൽ നിങ്ങൾ തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. അപ്പോൾ പുനരുത്ഥാനമാണ് മനുഷ്യൻ്റെ ഏക പ്രത്യാശ. ഭവിഷ്യായുസിനെ കുറിച്ചുള്ള പ്രത്യാശ എന്ന് പറയുന്നത് പുനരുത്ഥാനം മാത്രമാണ്, മറ്റൊന്നല്ല. അതുകൊണ്ട് ആ പുനരുത്ഥാന പ്രത്യാശയിൽ ആണ് നാം വിശ്വസിക്കേണ്ടത്. ആ പുനരുത്ഥാന പ്രത്യാശയാണ് നമ്മെ ജീവിതത്തിൽ വഴി നടത്തേണ്ടത്. ദൈവത്തെ വിശ്വസിക്കുവാനും അവനിൽ ആശ്രയിക്കുവാനുമുള്ള ശക്തി നമുക്ക് നൽകുന്നത് ഈ പുനരുത്ഥാന പ്രത്യാശയാണ്. അല്ലാതെ പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ നാം ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും സ്ഥലത്ത് കഴിയുന്നു എന്നുള്ളതല്ല. ഇപ്പം ആത്മാവ് അമർത്യമാണ് എന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്ക് പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇമ്മോർട്ടൽ സോൾ എന്ന് ഒരു വാക്ക് വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് കാണിക്കാമെങ്കിൽ ഈ ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് അംഗീകരിക്കാം. 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലും എന്തു പറയുന്നില്ല, സോൾ ഈസ് ഇമ്മോർട്ടൽ എന്ന് പറയുന്ന ഒരൊറ്റ ഭാഗമില്ല എന്നുള്ളത് ഈ പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതാണ് കള്ളൻ്റെ ആ യാചനയുടെ അല്ലെങ്കിൽ അഭ്യർത്ഥനയുടെ അർത്ഥം. അപ്പം ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ആ ഇട്ട കോമ അത് ഇന്ന് ഞാൻ നിന്നോട് പറയും എന്നാണ് നാം പരിഭാഷപ്പെടുത്തേണ്ടത്. ഒരിക്കലും ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കുമെന്നല്ല പരിഭാഷപ്പെടുത്തേണ്ടത്. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇതാണ് ശരിയായി ഭാഷാന്തരം ചെയ്യേണ്ട രീതി. അതാണ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് വളരെയധികം അങ്ങേയറ്റം വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എബ്രായ ലേഖനം 9:27 പറയാം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ എന്നാ പറയുന്നത്. അപ്പം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ വാക്യം പോവുക. അപ്പോൾ അതുകൊണ്ട് എന്താ പഠിപ്പിക്കുന്നത്? ഒരിക്കൽ മരിക്കുന്നു, പിന്നെ മനുഷ്യർക്ക് ന്യായവിധിയാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെങ്കിൽ മനുഷ്യനിപ്പോൾ മരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് എന്താ? ഈ മരണശേഷം നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേയറ്റം നല്ല സ്വഭാവത്തിൽ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവിക്കണം, ഇല്ലെങ്കിൽ ന്യായവിധി വരും. മരണശേഷം നിങ്ങൾക്കൊരു ന്യായവിധി, അതുവഴി ആ ന്യായവിധിയിൽ നിങ്ങൾ പോകുന്നത് പാപിയാണെങ്കിൽ അഗ്നി നരകത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്നാൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇതാണ് നാം അടുത്തതായി ചിന്തിക്കുന്ന ഒരു വേദഭാഗം. എന്താ? ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കുക. 9-ാം അധ്യായം എബ്രായ ലേഖനം 9:27. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. നോക്കുക, എന്താ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ഇവിടെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആദാമ്യമായിരിക്കുന്ന പാപത്തിൻ്റെ ഫലമായി ഇവിടെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന മരണത്തെ സംബന്ധിച്ചാണോ?
ഇവിടുത്തെ ഈ വേദശാസ്ത്ര വിശാരദന്മാർ ഈ അധ്യായം വായിച്ചിട്ടില്ലേ? ഈ ഒരു വാക്യം മാത്രമേ അവർ വായിച്ചിട്ടുള്ളൂ. എത്ര സർവാബദ്ധമായി പറയുന്നത്. അപ്പം ഇത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എന്ന് പറയുന്നത് ഈ പൊതുലോകത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചല്ല. ആദാമ്യ പാപം മുഖാന്തരം മനുഷ്യൻ അനുഭവിക്കുന്ന പാപത്തെക്കുറിച്ചല്ല. നേരെ വിരുദ്ധമായിട്ട് ആദാമിൻ്റെ പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നടത്തിയ അവൻ്റെ മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇപ്പം ഇവിടെ പറയുമ്പോൾ ഇത് ഈ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിഴലായി ന്യായപ്രമാണത്തിൽ കുറേയേറെ യാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ യാഗങ്ങൾ നടത്തിയിരുന്നത് മഹാപുരോഹിതനാണ്. അഹരോന്യ പൗരോഹിത്യത്തിന് കീഴിലുള്ള പുരോഹിതന്മാരാ. ഒരു മഹാപുരോഹിതൻ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തി മഹാപുരോഹിതനായി വരും. അവർ ആണ്ടുതോറും നടത്തിയിരുന്ന ബലികളുണ്ട്, മഹാപാപപരിഹാര ബലികളുണ്ട്. അപ്പം ഈ അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരം ന്യായപ്രമാണപ്രകാരം മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി നിഴലായി ഉപയോഗിച്ചിരുന്ന യാഗത്തെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്തു വേണം? ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധി. അപ്പോൾ ഒരിക്കൽ മരിക്കുന്നത് ഇപ്രകാരം, അവിടെ ഒരിക്കൽ മരിക്കുന്നത് ഈ പുരോഹിതനാണ്. അത് ദൃഷ്ടാന്ത രൂപത്തിലാണ്. ആ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ തലമേൽ കൈവച്ച് അതിനെ യാഗമർപ്പിക്കുന്നു. പിന്നെ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള മൃഗത്തെ അവൻ യാഗം കഴിക്കുന്നു എന്നാ വേദപുസ്തകം നമ്മോട് പറയുന്നത്. ലേവ്യാപുസ്തകത്തിൽ അതാ പറയുന്നത്. എന്താ ലേവ്യാപുസ്തകം 16:6 ഇങ്ങനെയാണ്: തനിക്കു വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അപ്പം തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിനുള്ള മൃഗത്തെ ബലിയർപ്പിച്ച് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ മൃഗത്തിനെ തലമേൽ കൈവച്ച് അതിനെ ബലിയർപ്പിക്കണം. അതിനുശേഷം ജനത്തിൻ്റെ പാപത്തിനായുള്ള മറ്റൊരു മൃഗത്തെ ബലിയർപ്പിക്കണം. അപ്പം അഹരോൻ തീർച്ചയായും ഒരു പാപിയായ മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ആദ്യമേ അവൻ്റെ പാപത്തിന് പരിഹാരമായൊരു മൃഗത്തെ ബലിയർപ്പിക്കണം. അതിനുശേഷം എന്തു ചെയ്യണം? അവൻ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള ഒരു മൃഗത്തെ ബലിയർപ്പിക്കണം. അപ്പോൾ ഈ മൃഗത്തിൻ്റെ യാഗരക്തവുമായി അവൻ അതിശുദ്ധത്തിലേക്ക് കടക്കണം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒരു സാദൃശ്യാത്ത ദൃഷ്ടാന്ത രൂപത്തിൽ അഹരോൻ്റെ മരണം അവിടെ സംഭവിക്കുകയാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ ഇവൻ ആ ഇതിലേക്ക് കടക്കുമ്പോൾ തിരുനിവാസത്തിൽ അതിശുദ്ധത്തിലേക്ക് കൃപാസനത്തിന്മേൽ ഈ രക്തം തളിക്കുവാൻ വേണ്ടി അവൻ അതിശുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുന്ന അഹരോൻ ഇവിടെ നടത്തിയ യാഗം അത് ഏതെങ്കിലും രീതിയിൽ ദൈവനീതിക്ക് നിരക്കാത്തതാണെങ്കിൽ, ഊനമുള്ള ഒരു യാഗമാണ് അവൻ നടത്തിയതെങ്കിൽ അഹരോൻ അതിശുദ്ധത്തിൽ മരിച്ചു വീഴും. അപ്പം അഹരോൻ്റെ ബലിയെ സംബന്ധിച്ചുള്ള ഒരു ന്യായവിധി കൂടിയാണ് അവിടെ നടക്കുന്നത്. ആ അഹരോൻ ജീവനോടെ മടങ്ങി വരികയില്ല. എന്നാൽ ആ നടത്തിയ യാഗം ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണെങ്കിൽ അഹരോൻ മടങ്ങി വരുന്നത് അതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് കാണുക. തന്നെ കാത്തു നിൽക്കുന്നവരുടെ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അഹരോൻ മടങ്ങി വരുന്നത്. 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രാകാരത്തിൻ്റെ വെളിയിൽ തന്നെ കാത്തു നിൽക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അഹരോൻ ഈ സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രമൊന്ന് കാണുക. 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു മഹാപുരോഹിതൻ കടന്നു വരികയാണ്. ഏതിനു ശേഷമാ? അവൻ അർപ്പിച്ച ഒരു യാഗം, ഒരു മരണം. അവൻ ഈ ജനത്തിനു വേണ്ടി മരിച്ചു. അതാണ് അവന് വേണ്ടി അർപ്പിച്ച മൃഗം കാണിക്കുന്നതാ. അവൻ ഈ ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചിരിക്കുന്നു. ഇനി ആ നടത്തിയ മരണം, യാഗം ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമല്ല എങ്കിൽ തീർച്ചയായും അഹരോൻ അതിശുദ്ധത്തിൽ മരിച്ചു വീഴും. ഇതാണ് അവസ്ഥ. അതൊരു ന്യായവിധിയാണ്. അപ്പം മനുഷ്യൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് അവന് നിയമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൻ മരിക്കുന്നത് എന്തിനാ? അവൻ എന്തിനു മരിക്കുന്നു? മനുഷ്യനെ മരിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല. അപ്പോൾ ഒരു ന്യായവിധിയുടെ ഫലമായിട്ടല്ലേ അവൻ മരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കും. ദൈവം അവിടെ ആ കോടതി മുമ്പാകെ ദൈവമാകുന്ന മഹാന്യായാധിപതിയുടെ
മുൻപാകെ ആദാം വന്നു. ആദാം കുറ്റമേറ്റു പറഞ്ഞു. ദൈവം പറഞ്ഞു, നിനക്ക് നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. അപ്പം അവിടെ ഒരു ന്യായവിധി നടന്നു. ആ ന്യായവിധിയുടെ ഫലമായിട്ടല്ലേ ആദാം മരിക്കുന്നത്. എങ്കിൽ പിന്നെ മരണശേഷമാണ് ന്യായവിധി എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? അപ്പം ന്യായവിധിയെ സംബന്ധിച്ച് വളരെ വിപുലമായി നാം പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ന്യായവിധി എന്താണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഇന്നത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെല്ലാവരും, അത് ഒരു മതങ്ങൾക്കും ആയിട്ടും വ്യത്യാസമില്ല, എല്ലാ മതവിഭാഗങ്ങളും ഈ ന്യായവിധിയെക്കുറിച്ച് വളരെ തെറ്റായ അന്ധമായ കാഴ്ചപ്പാടിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിന് വിപരീതമാണിത്. നാം താഴേക്ക് വായിക്കുക എന്താണെന്ന്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ. അപ്പൊ നോക്കുക, അപ്പൊ ക്രിസ്തുവിന് എന്ത് വേണം? ഒരിക്കൽ മരിക്കണം. അപ്പൊ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് നിയമിച്ചതുപോലെയാണ് ക്രിസ്തു എങ്കിൽ ക്രിസ്തുവിന് മരണശേഷം ന്യായവിധിയെ നേരിടണ്ടേ? ക്രിസ്തു മരിച്ചതിന് ശേഷം ഒരു നേരിട്ടോ? നമുക്ക് വിധിച്ച ആ ശിക്ഷ എന്താണ്? അപ്പൊ ക്രിസ്തു അങ്ങനെ തന്നെ ഒരിക്കൽ മരിക്കുകയും പിന്നെ എന്താ ചെയ്ത്? അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇതാ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് പിന്നെ ന്യായവിധി എന്ന് പറയുന്ന സ്ഥാനത്ത് ക്രിസ്തു എന്താ ചെയ്തത്? ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. അതാണ് അഹരോന്റെ പൗരോഹിത്യത്തിൽ നാം കാണുന്നത്. ഈ യാഗം അർപ്പിച്ചതിന് ശേഷം അവൻ ദൈവത്തിൻ്റെ അംഗീകാരം നേടിയതിന് ശേഷം അവൻ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് തന്നെ കാത്തു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി അവൻ ഈ കൂടാരത്തിൻ്റെ വാതിക്കലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ എന്തു ചെയ്തു? അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പൊ ന്യായവിധി എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമാണ്. അല്ലാതെ മനുഷ്യനെ എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയാനുള്ളതല്ല ന്യായവിധി എന്ന് പറയുന്നത്. ഈ ന്യായവിധി എന്നുള്ള വിഷയം ഞാൻ പിന്നീട് അത് മാത്രമായി ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ എബ്രായ ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യം. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് കണ്ടോ, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് ഉള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായി. ആ മരണം ക്രിസ്തുവിൻ്റെ മരണമാണ്. എന്നിട്ടോ നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്, അതാണ് അവൻ വീണ്ടും വരുന്നത്. അതിനുശേഷമുള്ള ന്യായവിധി എന്ന് പറയുന്നത് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. അപ്പം ഈ മരണം ആരുടെയാണ്? നമ്മൾ ആലോചിക്കുക. ഈ മരണം ക്രിസ്തുവിൻ്റെ മരണത്തെയാണോ കാണിക്കുന്നത്? ഈ ലോകത്തിന് ദൈവം വിധിച്ച, ഏതെനിൽ വിധിച്ച പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെയാണോ അർത്ഥമാക്കുന്നത്? ഇത്ര പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മഹാപണ്ഡിതന്മാരാ നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാരായിട്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ പറയാം, നിയമമുള്ളയിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ മരണം ഇപ്രകാരം ദൈവ വാഗ്ദത്തം നിവർത്തിയാകുവാൻ ക്രിസ്തുവിൻ്റെ മരണം ആവശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും അതിൻ്റെ താഴേക്ക് നാം വായിക്കുമ്പോൾ സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. അപ്പോൾ ഇവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. അപ്പോൾ യേശുക്രിസ്തുവാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. ഇന്ന് നമ്മുടെ സഭകൾ പഠിപ്പിക്കുന്നത് എന്താ? നാം തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കും, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനാം ക്രിസ്തുവേശു. നോക്കുക, അപ്പൊ ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവനെന്ന് വേദപുസ്തകം അടിവരയിട്ട് നമ്മോട് പറയുകയും ആ മധ്യസ്ഥ സ്ഥാനത്തിന് ക്രിസ്തുവിനെ യോഗ്യനാക്കുന്നത് എന്താ? അപ്പൊ അവൻ സകലർക്കും വേണ്ടി മറുവിലയായി തീർന്നു എന്നുള്ളതാണ്.
അപ്പൊ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുവാനുള്ള കണ്ണിയായി, അവരുടെ മധ്യസ്ഥനായി നിൽക്കുവാൻ ക്രിസ്തുവിനെ യോഗ്യനാക്കുന്നത് തൻ്റെ രക്തം അവർക്ക് വേണ്ടി ഒരു മറുവിലയായി നൽകി എന്നുള്ളതാണ്. ഇന്ന് അനേകം പുണ്യവാളന്മാരെ ഇവിടെ മധ്യസ്ഥന്മാരായിട്ട് നമ്മുടെ സഭ പ്രതിഷ്ഠിക്കുക ലജ്ജാകരമായ വസ്തുതയല്ലേ? ഇപ്രകാരം ഒരു മരണം വഴിക്ക് മധ്യസ്ഥനാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിയമം വന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക. ഇവിടെ മധ്യസ്ഥനാകാൻ ഒരു പുരോഹിതൻ്റെ കുപ്പായം കണ്ടാൽ പമ്പ കിടക്കും ഇവരൊക്കെ. നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവനെ ഒരു ക്രൂശിൽ തറച്ചു കൊല്ലണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന് മധ്യസ്ഥനാകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിയമം ഇവിടെ കാനോനികമായി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവിടെ പൗരോഹിത്യം എന്ന് പറയുന്നത്, വിശുദ്ധന്മാരുടെ ഗണമെന്ന് പറയുന്നത് ഇവിടെ ഇല്ലാതെ പോകുമായിരുന്നു. പറഞ്ഞില്ലേ, ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുള്ള ആ കുപ്പായം കാണുമ്പോൾ തന്നെ അവർ ഇവിടം വിട്ട് പോകും. ഇതായിരുന്നു അവസ്ഥ. അപ്പൊ പുരോഹിതൻ നടത്തുന്ന കർമ്മങ്ങൾ ഇതൊന്നും യേശുവിൻ്റെ യാഗത്തെ പ്രതിബിംബമായി കാണിക്കുന്ന ഈ കാണിച്ചിരുന്ന ന്യായപ്രമാണത്തിലെ യാഗങ്ങൾ ഇവയൊക്കെയും ഒരു മരണത്തിൻ്റെ സൂചന. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ മരണം അതൊരു മറുവിലെ യാഗമാണ്. ഈ യാഗത്തെ ഇനി 10-ാം അധ്യായത്തിൽ നാം എബ്രായ ലേഖനത്തിലെ 10-ാം അധ്യായത്തിൽ വായിക്കുക, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ഇപ്പൊ ഏത് പുരോഹിതനും ഇത് അഹരോൻ ദൈവം ഏർപ്പെടുത്തിയ, ദൈവം നിയമം കൊണ്ട് നൽകിയ അഹരോന്യ പൗരോഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ അപ്രകാരമുള്ള ഒരു ദൈവീക പിൻബലവുമില്ലാതെ ഇന്ന് പുരോഹിതന്മാർ നടത്തുന്ന യാഗങ്ങൾക്ക് എങ്ങനെ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയും? ഇപ്പൊ ദൈവത്തിന് പറയുന്നത്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. നോക്കുക, യേശു ഏകയാഗം കഴിച്ചു. അവൻ്റെ യാഗത്തിന് ഇനി ആവർത്തനമില്ല. ഇത് വേദപുസ്തകമാണ് പറയുന്നത്. എന്നിട്ടാണ് ദിവസേന വിശുദ്ധ കുർബാന എന്നുള്ള പേരിൽ ദിവസം 2-3 വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ദിവസവും 2-3 തവണ ഇവിടുത്തെ നമ്മുടെ പുരോഹിത വർഗം ക്രൂശിക്കുന്നത്. എത്ര വലിയ പാപമാണ് കുർബാന എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പുരോഹിതൻ എന്ത് ചെയ്യുന്നു? ഒരു സുറിയാനി വാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ പുരോഹിതൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം അത് ക്രിസ്തുവിൻ്റെ ശരീരമായി വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന എത്രയോ നികൃഷ്ടമായിരിക്കുന്ന ഒരു ഉപദേശമാണ്. അപ്പം ക്രിസ്തു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ ഭക്ഷിപ്പീനെന്ന് പറഞ്ഞ് ക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ ആ കൊടുത്ത അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായി മാറിയിരുന്നോ? എങ്കിൽ ക്രിസ്തുവിന് ഒരേ സമയത്ത് എത്ര ശരീരമുണ്ടായിരുന്നു? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ടല്ലേ പറയുന്നത് ഇതെൻ്റെ ശരീരമാണെന്ന്. അപ്പം ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു സാദൃശ്യം മാത്രമാണ് എന്നാ ക്രിസ്തു കൊടുത്ത അപ്പത്തിന് അർത്ഥമുള്ളൂ. അപ്പം ക്രിസ്തു കൊടുത്ത ശരീരം പോലും അപ്പം പോലും യഥാർത്ഥമായി അവൻ്റെ ശരീരമായി മാറുന്നില്ല എങ്കിൽ ഈ പുരോഹിതന്മാർ നടത്തുന്ന ആ കുർബാന അപ്പം എങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറും? ഇനി അങ്ങനെ ശരീരമായി മാറുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കരുതെന്ന് അപ്പോസ്തലൻ പറയുന്നത്. ദിവസേന 3-4 തവണ നിർലജ്ജം ക്രിസ്തുവിനെ ക്രൂശിച്ച് ആ അപ്പം വാഴ്ത്തി വിശ്വാസികളുടെ നാവിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ നിന്ദിക്കുകയാണ്, തങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൻ്റെ യാഗത്തെ അവർ നിഷേധിക്കുകയാണ് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. നമ്മൾ ആലോചിക്കുക. ഇപ്പം ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. സമയം കടന്നു പോകുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പം ഇവിടെ പറയുന്ന ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ മരണം ആദാമ്യ വംശത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ മരണത്തെക്കുറിച്ചല്ല, ആദാമ്യ വർഗത്തിന് വേണ്ടി പാപയാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. ആ മരണത്തിൻ്റെ നിഴലായി അഹരോന്യ പൗരോഹിത്യം നടത്തിയിരുന്ന ന്യായപ്രമാണ പ്രകാരമുള്ള യാഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരിക്കൽ മരിക്കുക, അവിടെ പുരോഹിതൻ്റെ മരണം, അവന് വേണ്ടി ഒരു മൃഗം ബലിയായി തീരുന്നു, ഒരു മൃഗത്തെ ബലി കഴിക്കുന്നു, അത് പുരോഹിതൻ്റെ മരണത്തെയാണ് കാണിക്കുന്നത്.
ഇപ്പം ഇങ്ങനെയുള്ള വേദസത്യങ്ങളെ നിഷ്കരുണം അവർ അന്ധവിശ്വാസത്തിൻ്റെ മൂടുപടമിട്ട് മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്നും ഒളിപ്പിച്ചു നിർത്തി മനുഷ്യനെ വെറും വിഡ്ഢികളാക്കുന്ന വിശ്വാസ സമൂഹമായി ഇവിടെ ഉള്ളത്. ഇതുകൊണ്ടാണ് ഞാനിത് ഇപ്രകാരം പറയാൻ നിർബന്ധിതനായിത്തീരുന്നത്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഈ പുരോഹിത വർഗത്തിൻ്റെ കർമ്മമാർഗങ്ങൾ, അതിൽ നിന്നും